5 സുന്ദരികൾ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. രുദ്രപ്രതാപൻ ഏർപ്പാടാക്കിയ ആളാണെന്നൊന്നും എനിക്കറിയില്ല. ഒരാളെ ഞാൻ അവിടെ കണ്ടായിരുന്നു. ആരെയാ പാർവതി കണ്ടത്? ആളെ എനിക്കറിയില്ല. എവിടെയുള്ള ആളല്ല. ആളുടെ കയ്യില് ഇവിടെ പാമ്പിന്റെ ചിത്രം ഉണ്ടായിരുന്നു. ശരീരം മുഴുവനും എണ്ണയും തേച്ചിരുന്നു. എണ്ണ തേച്ചിരുന്നോ? ആ എങ്കിലേ കള്ളം തന്നെ. ആരെങ്കിലും പിടിക്കാൻ വന്നാൽ വഴുതി പോകാൻ ചില കള്ളന്മാർ ശരീരം മുഴുവൻ എണ്ണ തേച്ച് പിടിപ്പിക്കാറുണ്ട്. എന്നിട്ട് പാർവതി എന്ത് ചെയ്ത് അവിടെ വെച്ച് പറയായിരുന്നത്? ഞാനത് അത്ര കാര്യമാക്കിയില്ല. ഉത്സവത്തിന് പലതരത്തിലുള്ള ആളുകൾ വരില്ലേ, അങ്ങനെ ആരെങ്കിലും ആയിരിക്കുന്ന ഞാൻ കരുതിയത്. ഇപ്പോഴാ എനിക്ക് സംശയം തോന്നിയത്. ഇതിപ്പോ തന്നെ തിരുമേനി അറിയിക്കാം. മോള് വാ. അങ്ങളെ, ഇത് തിരുമേനെ അറിയിച്ചതുകൊണ്ട് എന്താ പ്രയോജനം? ആ തിരുമേനി ക്ഷേത്ര ഭാരവാഹികളോട് പറയും. അവര് പോലീസ് അറിയിച്ചോളും. അങ്കിൾ ഇത് പോയി പറഞ്ഞ അവര് വിശ്വസിക്കൊന്നുമില്ല. തിരുവാഭരണം തിരിച്ചു കൊടുക്കാതിരിക്കാൻ ഒരു കള്ളക്കഥ പറയാണെന്ന് അവര് പറയും. പറഞ്ഞത് സത്യമല്ലേ? അവർ മനസ്സുണ്ട് വിശ്വസിക്കട്ടെ. ഈ കാര്യം എല്ലാരും അറിയിക്കണമെന്ന് എന്റെ അഭിപ്രായം. എല്ലാവരും അറിയിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നമ്മൾ തന്നെ അയാളെ കണ്ടുപിടിച്ച് അവരുടെ മുമ്പിൽ നിർത്തിക്കൊടുത്ത് അയാളെ കൊണ്ട് സത്യം പറയിപ്പിച്ച അവര് വിശ്വസിക്കും. അല്ലാതെ ആരും വിശ്വസിക്കില്ല. സർ, നമ്മൾ എങ്ങനെ അയാളെ കണ്ടുപിടിക്കും? എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. പാർവതിയും പ്രിയനെ എൻ്റെ കൂടെ വാ. ചെല്ല.